السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم قدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وبسم الله ما شاء الله كان وبسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. عليه توكلت وهو إليه أنيب. وبسم الله الرحمن الرحيم. وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكان بآياتنا يوقنون. صدق الله العلي العظيم. علماء أمتي كأنبياء بنو إسرائيل. صدق رسول الله. رأيت العلم صاحبه كريم ولو ولدته آباء اللئام. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തു മുഅ്മിനീങ്ങൾ, അള്ളാഹു ഈ കൂടലും പിരിയലും എല്ലാം സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. ഞാനിവിടെ ഓതിവെച്ച സജദയുടെ 24-ാമത്തെ ആയത്ത്, വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, ബനൂ ഇസ്രായീൽ അഥവാ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സന്തതികളായ ബനൂ ഇസ്രായേലുകാർക്ക് അള്ളാഹു വലിയ അനുഗ്രഹമായി അവർക്ക് ഓരോ കാലത്തിന് അനുസരിച്ചിട്ടുള്ള ഓരോ ഇമാമീങ്ങളെ നേതാക്കന്മാരെ അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും. അവരോ അള്ളാഹുവിൻ്റെ ദീൻ ബി അംരിന, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചും അവർക്കും എത്തിച്ചു കൊടുക്കുന്നു. അവർക്ക് ഈ വലിയ നേട്ടം സാധ്യമാവാനുള്ള കാരണം എന്താ? ലമ്മാ സബറു വകാനൂ ബി ആയാതിനാ യുഖിനൂൻ. അല്ലാഹു തആല അവർക്ക് ഏർപ്പെടുത്തുന്ന വലിയ പരീക്ഷണങ്ങളിൽ അവർ വിജയിക്കുന്നു. ഈ ആയത്തിൻ്റെ കൂടെ ഞാൻ ഓതിയ ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹീക്കി റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ട് ഈ ആയത്ത് പറയുന്നത്, ഈ ആയത്തിൻ്റെ വിവക്ഷയായി ഈ ഹദീസ് പറയുന്നത്, ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായീലിലെ അംബിയാക്കന്മാർക്ക് അള്ളാഹു എത്ര വലിയ സ്ഥാനം നൽകിയോ അതേ സ്ഥാനമാണ് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതേ സ്ഥാനമാണ് എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കൾക്ക്. ബഹുമാനപ്പെട്ട സീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസിന്റെ വിവക്ഷയിൽ ഇതനുസരിച്ച് ഓരോ കാലത്തും ഓരോ നൂറ്റാണ്ടിലും അനുസരിച്ച് ഒരു വലിയ നേതാവ് വരുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഹിജറ 2-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ഇൽമ് അറിവുള്ള പണ്ഡിതനാണ്, ദീനിനെ ഏറ്റവും അധികം സഹായിച്ച പണ്ഡിതനാണ് നാസിർ സുന്ന സയ്യിദുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. വെറുതെ പറയുന്നതാണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചൊരു ഹദീസില്ലേ, ആലിമു ഖുറൈശിൻ യംലഉ തിബാകുൽ അർളി ഇൽമാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആലിമു ഖുറൈശിൻ യംലഉ തിബാകുൽ അർളി ഇൽമാ. അല്ലാഹുവിൻ്റെ ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും സ്ഥാനം കൊടുക്കേണ്ട സമൂഹം ഖുറൈശികളാ. അതിൻ്റെ ആദ്യത്തെ കാരണം എന്താണ്? ആ ഖുറൈശികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാ. ഹദീസിന്റെ അർത്ഥം വെച്ചുകൊണ്ട് മറ്റൊരു കാരണം എന്തെന്നറിയുമോ?
ആ ഖുറൈശി കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു പണ്ഡിതൻ വരാനുണ്ട്. ആരാണ് ആ പണ്ഡിതൻ? ഹദീസിന്റെ തഫ്സീറിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം. ഒന്നോർത്ത് നോക്ക്, നമ്മൾ ഈ ദിവസം എണീറ്റിട്ട് എഴുന്നേൽക്കുമ്പോൾ ചെല്ലുന്ന ദിക്ർ മുതൽ, വുളൂ തുടങ്ങുമ്പോൾ ചെല്ലുന്ന ദിക്ർ മുതൽ, വുളൂഇന് ശേഷം ചെയ്ത ദുആഇന്റെ ദിക്ർ മുതൽ, അവിടുന്ന് നിസ്കരിച്ച സുബഹി നിസ്കാരം മുതൽ, ആ നിസ്കാരത്തിൽ ചൊല്ലിയ കുനൂത്ത് മുതൽ, ഇന്ന് ഇത്ര നേരം ഞാനിവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതുവരെ എത്ര അമലുകൾ ചെയ്തിട്ടുണ്ടോ, ആ അമലുകളുടെ മുഴുവനും പ്രതിഫലം പോകുന്നതാർക്കാ? അതല്ലേ പറഞ്ഞത്, ആ ശാഫിഈ ഇമാമിന്റെ ഇൽമിന്റെ മഹത്വമാ, ശാഫിഈ ഇമാമിന്റെ ഇൽമ കൊണ്ടുള്ള മഹത്വമാ. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാമിനെ പരിചയപ്പെടുത്തുമ്പോ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ആ അദ്ദേഹത്തിന്റെ ഇൽമു തന്നെയാ. ഹിജറ 150 ജനിച്ച മഹാൻ ഹിജറ 204 വഫാത്താവുമ്പോ കേവലം 54 വയസ്സിനുള്ളിൽ അദ്ദേഹം പഠിച്ചെടുത്ത ഇൽമും പഠിപ്പിച്ചു കൊടുത്ത ഇൽമും എത്രയാണ്? ഹദീസുകളിൽ കിതാബുകളിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം, അവിടത്തെ ഇൽമിന്റെ പവർ എന്താ? ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം 7 വയസ്സായപ്പോൾ ഖുർആൻ മനപ്പാഠമാക്കിയില്ലേ? അവിടത്തെ 10ാമത്തെ വയസ്സിൽ ഹദീസിന്റെ ആദ്യത്തെ കിതാബായ ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെ മുവത്ത മനപ്പാഠമാക്കിയില്ലേ? 2 വയസ്സായപ്പോ അദ്ദേഹം 2 വയസ്സായപ്പോ അവിടുത്തെ ഉമ്മ ബഹുമാനപ്പെട്ട മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവിടുത്തെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്നു. ആദ്യമായി നേടുന്ന ഇൽമ് എന്താണ്? അറബി ഭാഷയിലുള്ള ഇൽമ. അങ്ങനെ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം 20 വർഷം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ ഭാഷയായ, സ്വർഗത്തിന്റെ ഭാഷയായ അറബി പഠിക്കാൻ മാറ്റുന്നു. എത്രയെന്ന് ഓർക്കണേ, 20 വർഷം മാറ്റിവെച്ച മഹാനായ ശാഫിഈ ഇമാമിന് അറബി അറിയില്ല പോൽ. ശാഫിഈ ഇമാമിന് അറബി അറിയില്ല പോൽ. വഹാബികൾ പ്രസംഗിക്കുന്ന ഖുർആന്റെ ഭാഷ്യം അറിയില്ല പോൽ. എത്ര വർഷമാ? 20 വർഷം അറബി പഠിച്ച മഹാനാ. കേൾക്കണോ ചരിത്രം? ബഹുമാനപ്പെട്ട മുസ്ലിം ഇമാം ശാഫിഈ ഇമാം രോഗാവസ്ഥയിൽ കിടക്കുമ്പോ അവിടത്തെ കാണാൻ പോയിക്കൊണ്ട് പറയുന്നു, ഖവ്വല്ലാഹു ളുഅഫക. അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥം എന്താ? നിങ്ങളുടെ അസുഖം അല്ലാഹു ശിഫയാക്കി നൽകട്ടെ. ഉടനെ ശാഫിഈ ഇമാം പറയുന്നു, നീ പറഞ്ഞതിൽ തെറ്റുണ്ട് മോനെ. നീ ഉദ്ദേശിച്ചത് എൻ്റെ രോഗം മാറാനാണെങ്കിൽ അതിൻ്റെ അർത്ഥ വ്യത്യാസം വന്നു പോയിട്ടുണ്ട്. മുസ്ലിം ഇമാം വലിയ മഹാനാ. ആ ഇമാമിനെ തിരുത്തി കൊടുക്കുന്നതാരാ? ശാഫിഈ ഇമാമാ. ഇത്രയധികം അറബി ഭാഷയിൽ നൈപുണ്യമുള്ള ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാമിൻ്റെ അറബിക്ക് അർത്ഥമറിയില്ല പോൽ. മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഈ അറബിയുള്ള നൈപുണ്യം കണ്ടിട്ടാണ് അവിടുത്തെ ഉസ്താദ് അദ്ദേഹത്തെ ഫിഖ്ഹിന്റെ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നത്. എന്നിട്ടോ മദീനത്തേക്ക് പോയിട്ട് ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെ അടുക്കൽ 16 വർഷം കിതാബ് ഓതുന്നു, ഫിഖ്ഹ് പഠിക്കുന്നു. നോക്കണേ, ഇപ്പോഴത്തെ ദഅവാ വിദ്യാർത്ഥികൾ 1 കൊല്ലത്തെ ബിരുദത്തിന് വേണ്ടി ലോകം ഒട്ടുക്ക തിരഞ്ഞു നടക്കുകയാ. മനസ്സിലാക്കണം, ശാഫിഈ ഇമാം അവിടുത്തെ ഇൽമു കൊണ്ട് നമുക്ക് നന്ന മാതൃക എത്രയാ. അവിടുത്തെ ഇൽമു പറയുന്ന ഒറ്റ ചരിത്രം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. അവിടുത്തെ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം മാലിക് ഇമാമിന്റെ അടുക്കൽ കിതാബ് ഓതിക്കൊണ്ടിരിക്കുമ്പോ 14 വയസ്സിൽ ഫത്വ കൊടുക്കാൻ അനുവാദം തന്നു. മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ 14 വയസ്സിൽ അനുവാദം കൊടുത്തു അത്രേ. എന്താണ് ആ ചരിത്രം? ഒരിക്കൽ മാലിക് ഇമാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ആൾ ചോദിച്ചു, ഞാനൊരു പ്രാവിന്റെ കച്ചവടക്കാരനാ. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, അർത്ഥ തഫ്സീറായി കൊടുത്തത് കാണാം. ഞാനൊരു പ്രാവിന്റെ കച്ചവടക്കാരനാ. എൻ്റെ അടുക്കൽ ഒരാൾ പ്രാവ് വാങ്ങിയിട്ട് പോയിട്ട് ആ പ്രാവ് കുറുകുന്നില്ല എന്ന് പരാതി പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നപ്പോ ഉടനെ പറഞ്ഞു,
മാലിക് ഇമാമിനോട് ചോദിക്കുന്നു, ആ പ്രാവ് കുറുകുന്നില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ആ പ്രാവ് കുറുകുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ ത്വലാക്ക് ചൊല്ലി. ഉടനെ മാലിക് ഇമാമ് പറഞ്ഞു, എങ്കില്ല നിന്റെ ഭാര്യയുടെ ത്വലാക്ക് സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ. ഇത് കേട്ട ഷാഫി ഇമാം ഉസ്താദിന്റെ അനുവാദത്തോടെ പറയുന്നു, ബഹുമാനം, അങ്ങനെ നിന്റെ ഭാര്യയുടെ ത്വലാക്ക് സംഭവിച്ചിട്ടില്ല. ഉടനെ മാലിക് ഇമാം ബഹുമാനത്തോടെ ചോദിച്ചു, മോനെ നിനക്ക് എങ്ങനെയാണ് ഇത് ലഭിച്ചത്? പറയുന്നു, ഉസ്താദേ, നിങ്ങൾ പറഞ്ഞു തന്ന ഹദീസിൽ നിന്ന് പിടിച്ചതാ. ഏതാണ് ആ ഹദീസ്? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുണ്ട്. ആ ഫാത്തിമ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് പരാതി പറയുന്നു, റസൂലുള്ളാഹ്, അബൂജഹലും മുആവിയയും എന്നെ കല്യാണം ആലോചിക്കുന്നുണ്ട്, ഞാൻ ആരുടെയാണ് സ്വീകരിക്കുന്നത്? റസൂലുള്ള പറഞ്ഞു, ഈ 2 കല്യാണവും നീ സ്വീകരിക്കണ്ട. കാരണം എന്താ? അബൂജഹൽ വടി താഴെ വെക്കാത്തവനാ, അതിനർത്ഥം ഭാര്യയെ തല്ലുന്നവനാ, മുആവിയ പിശുക്കനാ. ഈ ഹദീസിന്റെ വിവക്ഷയിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് ഉസ്താദേ. അബൂജഹൽ വടി നിലത്ത് വെക്കാത്തവനാണെന്ന് പറഞ്ഞാൽ മുഴു സമയം വടി നിന്നത്ത് വെക്കുന്നവൻ എന്നാണോ? അല്ലല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ, ബാത്റൂമിൽ പോകുമ്പോൾ, മറ്റ് കൃത്യങ്ങൾ നിർവഹിക്കുമ്പോൾ നിലത്ത് വെക്കൂലേ? പക്ഷെ ജീവിതത്തിൽ ഏറ്റവും അധികം ആ സ്വഭാവമായതുകൊണ്ട് പറഞ്ഞതാണെങ്കിലോ, ആ പ്രാവ് ഏറ്റവും അധികം കുറുകുന്നതാണോ സമയം? അല്ല, കുറുകാത്തതാണോ സമയം? കുറുകുന്നതാണെങ്കിൽ നിന്റെ ഭാര്യ ത്വലാക്കല്ല. അതേ, ഭാര്യയുടെ ത്വലാക്ക് സംഭവിച്ചിട്ടില്ല. ആ പ്രാവ് കുറച്ച് സമയം മാത്രമേ കുറുകാത്തതുള്ളൂ എന്നുള്ള മറുപടിക്ക് പറഞ്ഞത്, നിന്റെ ഭാര്യയുടെ ത്വലാക്ക് സംഭവിച്ചിട്ടില്ല. അവിടുത്തെ ഇൽമിന്റെ വലുപ്പം എത്രയാ! എന്നിട്ട് പോലും വഖുൻ റബ്ബി സിദ്നി ഇൽമാ എന്ന് നിരന്തരം ദുആ ചെയ്തു. അവിടുത്തെ വിനയം, ഇൽമ ഉണ്ടെങ്കിൽ ഏറ്റവും അധികം തോന്നുന്നത് വിനയമാ. ഇൽമിന്റെ ആഴം എത്രയാ! വിനയമാ. അതുകൊണ്ടല്ലേ തമന്ന ഉനാസുൻ അൻ അമൂത വ അമുത് ഫതിൽക സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദി. ഷാഫി ഇമാമിനെ മരിക്കാൻ വേണ്ടി ദുആ ചെയ്ത മാലിക്കി മദ്ഹബിൽ ഒരു പണ്ഡിതന് ഷാഫി ഇമാം കൊടുത്ത മറുപടിയാ, ഞാനും മരിക്കും, അദ്ദേഹവും മരിക്കും, പിന്നെന്താ ഇത്ര പേടി എന്ന് ദുആ. ഷാഫി ഇമാമിനെ മരിക്കണം എന്ന് പറഞ്ഞ് ദുആ ചെയ്ത ആ പണ്ഡിതൻ ഷാഫി ഇമാം ഈ ബൈത്ത് മറുപടിയായി നൽകിയതിൻ്റെ 18 ദിവസങ്ങൾക്കപ്പുറം മരിച്ചു എന്നാണ് ചരിത്രം. അവിടുത്തെ ഇൽമിൻ്റെ വലിപ്പം കൊണ്ട് ലഭിക്കുന്നതാണ് ഈ വിനയം. മുതഅല്ലിമീങ്ങളായ നാമൊക്കെ സ്വീകരിക്കേണ്ടത് അവിടുത്തെ ഇൽമ നുകരാൻ കാണിച്ച, ദാരിദ്ര്യത്തിൽ പോലും ഇൽമ നേടാൻ കാണിച്ച വ്യഗ്രതയും ഇത്തരത്തിലുള്ള വിനയവുമാണ്. അള്ളാഹു ഈ കേട്ടതും പറഞ്ഞതും എല്ലാം വലിയ സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.